തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് തന്നെ തനിക്ക് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നും ഇതിൽ ഇറാനിന് പങ്കാളിത്തമുണ്ട് എന്ന് സംശയിക്കുന്നു എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുന്നതിന് അവർക്ക് വലിയ രീതിയിലുള്ള നിരാശയും ദേഷ്യവും എന്നോടുണ്ട്. അങ്ങനെ എനിക്കെതിരെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അവരെ ഇല്ലാതാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അമേരിക്ക പോലെയുള്ള അതിശക്തമായിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇറാനെ പോലെയുള്ള ഒരു മൂന്നാം ലോക രാജ്യത്തിന്റെ ആ ട്രേഡിലേക്ക് വരുന്ന രാജ്യത്തെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിനാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്തത്. ഇറാൻ അതിന് പറയുന്ന മറുപടി അമേരിക്കയുടെ താല്പര്യങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക എന്നുള്ള എല്ലാ കാലത്തും അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഏതൊരു ചർച്ചയ്ക്ക് വന്നാലും അവർ പുതിയ ആശയങ്ങളും പുതിയ നിലപാടുകളും ആയിരിക്കും പറയുക. അവരുടെ രാജ്യം ആ രാജ്യത്തിൽ ഊന്നിയിരിക്കുന്ന നിലപാടുകൾ മാത്രം പറയും. മറ്റൊരു രാജ്യത്ത് ജനങ്ങളുണ്ട്, അവർക്ക് വിഷയങ്ങളുണ്ട്, അവർക്ക് സൈനികപരമായിരിക്കുന്ന, സാമ്പത്തികപരമായിരിക്കുന്ന, തൊഴിൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഒരു രാഷ്ട്രമെന്ന് ഇപ്പോഴും അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. ഈ ഏകാധിപത്യ പ്രവണതയും സംവിധാനങ്ങളും തങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അമേരിക്കയുടെ തീരുമാനങ്ങൾ മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. ഈ നിലപാടിനോടൊന്നും യോജിപ്പില്ല എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ വലിയ ആധിപത്യം ഇപ്പോൾ ഇറാനുണ്ട്